ക്രിസ്റ്റഫർ നോളൻ സിനിമയ്ക്ക് കേരളത്തിൽ സഹിതം നിരവധി ആരാധകരാണുള്ളത്. നോളൻ ചിത്രങ്ങളിൽ ഇന്റർസ്റ്റെല്ലാർ എന്ന ചിത്രത്തിന് കിട്ടിയത് മികച്ച സ്വീകാര്യതയാണ്. 2014 ഒരു സയൻസ് ഫിക്ഷൻ ഡ്രാമയായി പുറത്തിറങ്ങിയ ചിത്രം ഇന്നും പ്രേക്ഷകർക്ക് വിസ്മയമാണ്. ഇപ്പോഴത്തെ സിനിമയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ ചിത്രം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. 2014 തിയേറ്ററിൽ പോയി കാണാൻ കഴിയാത്തവർക്ക് ഇതൊരു സുവർണാവസരം തന്നെയായിരുന്നു. ഫോണിലും ടിവിയിലും കണ്ടിരുന്ന ചിത്രത്തിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് മികച്ചതായിരുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ആദ്യ ദിനം തന്നെ ഇന്ത്യയിൽ നിന്നും 2.5 കോടി ചിത്രം നേടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഹോളിവുഡ് ചിത്രം ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നതിൽ നിന്നും നേടുന്ന ഏറ്റവും ഉയർന്ന ആദ്യദിന കളക്ഷനാണിത്. എല്ലായിടത്തും സിനിമയ്ക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരക്ക് കൂടുന്നതനുസരിച്ച് ഐമാക്സ് ഉൾപ്പെടെ പല തിയേറ്ററുകളിലും എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്യുന്നുണ്ട്. ചിത്രം ഐമാക്സിൽ ഏറ്റവും മികച്ച അനുഭവമാണ് നൽകുന്നതെന്നും ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ചിത്രം ഒരു വിസ്മയമായി തുടരുന്നുവെന്നുമാണ് സിനിമ കണ്ടവർ പറയുന്നത്. മാത്യു മക്വനാഗെ, അൻ ഹാത്വേ, ജെസിക്ക ചാസ്റ്റൻ, മൈക്കൽ കെയ്ൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത്. ഇതിനു മുൻപ് ഇന്റർസ്റ്റെല്ലാർ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നു. $165 മില്യൺ ഒരുങ്ങിയ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും $730.8 മില്യൺ നേടിയത്. ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങളിൽ ചിത്രം നേരത്തെ റിലീസ് ചെയ്തിരുന്നു. $10.8 മില്യൺ ഇന്റർസ്റ്റെല്ലാർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും അന്ന് നേടിയത്. ഇതോടെ എക്കാലത്തെയും ഉയർന്ന കളക്ഷൻ നേടിയ റിലീസായി ഇന്റർസ്റ്റെല്ലാർ മാറി. നേരത്തെ അല്ലു അർജുൻ ചിത്രമായ പുഷ്പ 2 കാരണമാണ് ഇന്റർസ്റ്റെല്ലാറിന് ഇന്ത്യയിൽ റിലീസ് നിഷേധിച്ചതെന്ന വാർത്തകളുണ്ടായിരുന്നു. ചിത്രം ഇന്ത്യയിൽ റിലീസ് ചെയ്യാത്തതിൽ ആരാധകർ നിരാശയും പ്രകടിപ്പിച്ചിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.